കോ വർക്കിംഗ് സ്പേസ്. ഇത് 2004 ആദ്യമായിട്ട് അമേരിക്കയിലാണ്. അപ്പം ഒരാൾ നോക്കുകയാണ്, ഇയാൾക്ക് 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസ് സ്പേസ് ആണുള്ളത്. ഇയാൾ നോക്കിയപ്പോൾ കുറെ നാളുകൊണ്ട് ഇയാൾ റെന്റ് കൊടുത്തോണ്ടിരിക്കുക. ഇയാൾ നോക്കിയപ്പോൾ ഇയാൾക്ക് ഇതിന്റെ അകത്തുനിന്ന് വെറും 300 സ്ക്വയർ ഫീറ്റ് മതി. ബാക്കി 1200 സ്ക്വയർ ഫീറ്റ് വെറുതെ കിടക്കുക. ഇയാൾ എന്ത് ചെയ്തു? ഒരുപാട് പേരുടെ അടുത്ത് ആഡ് ഇട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ഓഫീസിൽ വന്നിരുന്ന് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വന്നവർക്ക് ചിലർക്ക് 50 സ്ക്വയർ ഫീറ്റ് മതി, ചിലർക്ക് 100 സ്ക്വയർ ഫീറ്റ് വേണം, ചിലർക്ക് 200 സ്ക്വയർ ഫീറ്റ് വേണം. ഇയാൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ലോകത്തെ ആദ്യത്തെ കോ വർക്കിംഗ് സ്പേസ്. ഇതൊരു ബിസിനസ് മോഡലായി കണ്ടുകൊണ്ട് പുള്ളിക്കാരൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. എന്താ ഇത്? ഒപ്റ്റിമൈസേഷൻ. എങ്കിൽ എന്റെ ചോദ്യം, നിങ്ങളുടെ ഓഫീസിൽ എത്ര സ്പേസ് വെറുതെ കിടപ്പുണ്ട്? നിങ്ങളുടെ വെയർഹൗസിൽ എത്ര സ്പേസ് വെറുതെ കിടപ്പുണ്ട്? നിങ്ങളുടെ ഒരു സാധനം മേടിക്കാൻ ഒരു വണ്ടി, ഒരു പെട്ടിയോട്ടോ അങ്ങോട്ട് ടൗണിൽ പോയിട്ട് വരുമ്പോൾ ആ പെട്ടിയോട്ടോ എത്ര സ്പേസ് വെറുതെ കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്? നിങ്ങളുടെ സ്റ്റോക്ക് എത്ര എണ്ണം വേസ്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്? എത്ര എണ്ണം ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു? എന്തുകൊണ്ട് അത് ഡേറ്റ് കഴിയുന്നതിന് മുന്നേ ഒരു ഓഫർ പ്രൈസ് ഇട്ട് സെൽ ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല? നിങ്ങൾ വലുതിന്റെ പിന്നാലെയല്ലേ? ഇതൊക്കെ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതങ്ങ് മനസ്സിലായി, നാളെ തൊട്ട് ഒന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഒരൊറ്റ ഇൻടേക്കിൽ കൂടി, ഒരൊറ്റ ഇൻഫർമേഷനിൽ കൂടി നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറില്ല. അവിടെ യു ഷുഡ് ഡെവലപ്പ് എ റൈറ്റ് മൈൻഡ് സെറ്റ്. ഒരു കൃത്യമായ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക്, അത് ആ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഞാൻ പറഞ്ഞ കാര്യം കേട്ടോണ്ടുള്ള മോട്ടിവേഷനിൽ ഉണ്ടാകുന്ന മൈൻഡ് സെറ്റ് അല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ആ മൈൻഡ് സെറ്റ് നിലനിർത്താൻ പറ്റണം. അതൊരു എലൈറ്റ് ബിസിനസ് ഓണറിന്റെ മൈൻഡ് സെറ്റ് ആയിരിക്കണം. അത് ഈ പറഞ്ഞ ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഷാർപ്പായിട്ടുള്ള ഒരു ബിസിനസ്സുകാരന്റെ കണ്ണിൽ കൂടിയായിരിക്കണം കാര്യങ്ങൾ കാണുന്നത്. അതിന് നമ്മളെ ആ ഫോക്കസിൽ നിർത്താൻ നമുക്ക് എന്ത് വേണം? യു ഷുഡ് ഹാവ് ദ റൈറ്റ് എൻവയോൺമെന്റ്. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം. ഇപ്പൊ നാസറിക്ക് ആയിക്കോട്ടെ, ഹേക്ക് ആയിക്കോട്ടെ, ഇതുപോലെ ആയിരക്കണക്കിന് പേരുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ. അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് നിങ്ങൾക്ക് വേണം. എന്നും ഇവരെ നിങ്ങൾ കാണണം, എന്നും ഇവരോട് നിങ്ങൾ സംസാരിക്കണം, എന്നും ഇവരുടെ ഗ്രൂപ്പിൽ ഇവരെന്താ പറയുന്നതെന്ന് കേൾക്കണം, എന്നും ഈ അഡ്വൈസറി ബോർഡിന്റെ അടുത്ത് നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ എന്ത് പ്രശ്നവും പറയാൻ ഒരു എൻവയോൺമെന്റ് നിങ്ങൾക്ക് വേണം. നിങ്ങളെക്കാൾ ഉയർന്ന തലത്തിൽ നിന്ന് ബിസിനസ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇന്ന് കേരളത്തിൽ ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ കിങ്സ് ക്ലബ്ബാണ്. കാരണം അവിടെ നമുക്ക് ഒരു കാര്യം കൂടെ വേണം. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നവരായിക്കോട്ടെ, യു ഷുഡ് ഓൾവേസ് ഹാവ് ദ റൈറ്റ് കോച്ച്. ഒരു റൈറ്റ് കോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റൈറ്റ് മൈൻഡ് സെറ്റും ആ കോച്ചിന്റെ അണ്ടറിൽ ഒരു റൈറ്റ് എൻവയോൺമെന്റും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇതിലെല്ലാക്കാളും ഉപരിയാണ് ഇതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റൂ. അതാണ് ദ റൈറ്റ് സ്കിൽ സെറ്റ്. ദ റൈറ്റ് സ്കിൽ സെറ്റ്. ഇന്ന് പഠിച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് നടപ്പാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓഫർ സെറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം, പ്രൈസ് ഇടാനുള്ള സ്കില്ല് വേണം, നിങ്ങൾക്ക് അതോറിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റണം, നിങ്ങൾ ഒരു എക്സ്പേർട്ടായി മാറണം. അതിനൊക്കെ നിങ്ങൾക്ക് സ്കില്ല് വേണം. അല്ലാതെ വെറുതെ ചാടിക്കേറി പ്രൈസ് കൂട്ടാൻ പറ്റില്ല. അതോറിറ്റേറ്റീവ് ആയിരിക്കണം. സോ യു ഷുഡ് ഹാവ് എ റൈറ്റ് മൈൻഡ് സെറ്റ്, റൈറ്റ് എൻവയോൺമെന്റ്, റൈറ്റ് കോച്ച് ആൻഡ് റൈറ്റ് സ്കിൽ സെറ്റ്. ഇത് ഈസ് ഈക്വൽ ടു ഗ്യാരണ്ടീഡ് സക്സസ്. ഉറപ്പാണ് വിജയം, ഉറപ്പാണ്.